കായ്പോള ചതച്ച് ഗൈസ്. വീഡിയോൻ്റെ ലാസ്റ്റ് കണ്ടെങ്കിൽ മനസ്സിലാവും എന്ത് സംഭവം. എന്തായാലും കായ്പോള ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ 3 നേന്ത്രപ്പഴം എടുത്തിട്ട് അതിനെ ചെറിയ പീസസ് ആക്കിയിട്ട് ചോപ്പാക്കണം. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് കട്ടാക്കിയിട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. കാഷ്യൂവും കുറച്ച് ഉണക്ക മുന്തിരി ഇട്ടിട്ടുണ്ട്. അത് ഫ്രൈ ആയ പിന്നെ ഇതിലേക്ക് പഴം മുറിച്ചതും ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചാരയും ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഒരു നുള്ള് ഏലക്കാൻ്റെ പൊടിയും ഒരു നുള്ള് ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് 2 മുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് ഇതിന് നല്ല ബീറ്റാക്കണം. എത്ര നല്ല ബീറ്റാക്കി അത്ര നമ്മളെ കായ്പോള നല്ല സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് അതിലേക്ക് നമ്മൾ പഴത്തിൻ്റെ ഈ ഫ്രൈ ആക്കിയ മിക്സില്ലേ അതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കായ്പോള ഉണ്ടാക്കുന്ന ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കണം. എന്നിട്ട് ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോൾ അതിനെ മറിച്ചിട്ടിടണം. പക്ഷേ ഞാൻ മറിച്ചിട്ടിടുമ്പോൾ ഇല്ലേ അതെല്ലാം പാനിൽ ഒട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇങ്ങനെ ഒരു വിധം ഒപ്പിച്ച് വെച്ചിട്ട് ശരിയാക്കി. പക്ഷേ ടേസ്റ്റ് അടിപൊളി.